എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾട്ട് സീസണെ കുറിച്ചിട്ടാണ്. സോ നമുക്കറിയാം ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്കേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പരമാവധി ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിറ്റ് കോയിനിൽ മെജോറിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഈ ഒരു ബുൾ മാർക്കറ്റ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം ETF കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ആൾട്ട് കോയിൻസിൽ നിന്നും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ്. എക്സാക്ട്ലി അത് തന്നെയാണ് കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒട്ടുമിക്ക എല്ലാ ആൾട്ട് കോയിൻസും ബിറ്റ് കോയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ് കോയിന് ഔട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വളരെ വലിയൊരു ലോസിലൂടെയാണ് ഒട്ടുമിക്ക എല്ലാ ആൾട്ട് കോയിൻസും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈവൻ മെജോറിറ്റി ഐ മീൻ ഹയർ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ആൾട്ട് കോയിൻസ് പോലും കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ പുതിയ ആൾട്ട് കോയിൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പോഴും 90%, 80%, 70% ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളല്ലാത്ത മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി ഇയർ ലോയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുകളിലോട്ട് പോകുന്നതിന് പകരം ഒരു തരത്തിലുള്ള ഒരു റീറ്റെയിൽ ഇൻട്രസ്റ്റും മൊത്തത്തിൽ ഈ ഒരു മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, അത് 2024 ഏപ്രിൽ മുതൽക്ക് ഉള്ള റിട്ടേൺ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45% ആണ് ആൾട്ട് കോയിൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഡൗൺ ആയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെയാണ് മെജോറിറ്റി ആളുകളും ഇപ്പോഴും ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മെജോറിറ്റി ആളുകളും ഇപ്പോഴും ലോസിൽ ഉള്ളത്. സോ എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾക്ക് കഴിഞ്ഞ ഒരു 2 ഹാൽവിങ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്താൻ വളരെ ഒരു ഷോർട്ട് പീരീഡാണ് ഉള്ളത്, അല്ല അറ്റ്ലീസ്റ്റ് ഒരു 4-5 മാസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഇനി അടുത്ത മാസങ്ങളിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, ആൾട്ട് കോയിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അതോ നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇനി ഇതേപോലെ തന്നെ ഒരു ആൾട്ട് സീസണും ഇല്ലാതെ ബിറ്റ് കോയിൻ മാത്രം മുകളിലോട്ട് പോയി ഇതേപോലെ ഉള്ള ഒരു സൈക്കിൾ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നതും, എന്താണ് പ്രീവിയസ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡേറ്റ നമ്മളോട് പറയുന്നത്, അതേപോലെ തന്നെ എൻ്റെ പേഴ്സണലി ഉള്ള പ്രഡിക്ഷൻ എന്താണ്, എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹിസ്റ്റോറിക്കലിയുള്ള ഡേറ്റ പരിശോധിച്ചതിന് ശേഷം ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റിലും എക്സാക്ട്ലി എപ്പോഴാണ് ഒരു ആൾട്ട് സീസൺ തുടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ മുന്നത്തെ ഉള്ള ബുൾ മാർക്കറ്റ്, അതായത് 2016 ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം എക്സാക്ട്ലി 233 ദിവസമാണ് ആൾട്ട് സീസൺ തുടങ്ങുന്നത്. അതായത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ജൂലൈ 9 ഹാൽവിങ് കഴിയുന്നത്. അതിനുശേഷം 233 ദിവസമാണ് ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് വളരെ വലിയ രീതിയിൽ താഴോട്ട് വരാൻ തുടങ്ങുന്നത്. അത് ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് താഴോട്ട് വരിക എന്ന് പറയുമ്പോൾ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ആൾട്ട് സീസൺ ഏകദേശം ഒരു 1 ഇയർ കണ്ടിന്യൂ ചെയ്യുകയും ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് ഏകദേശം ഒരു 90% നിന്നും ഏകദേശം ഒരു 36% വരെ താഴോട്ട് വരുന്നുണ്ട്, അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം ബിറ്റ് കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഒക്കെ ക്രാഷ് ആവുകയും ഒരു മൾട്ടി ഇയർ ബെയർ മാർക്കറ്റ് കഴിഞ്ഞ് വീണ്ടും ഹാൽവിങ് നടക്കുന്നത് 2020 മെയ് 11 സോ കഴിഞ്ഞ ഒരു ബുൾ മാർക്കറ്റിലെ ഈ ഒരു ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷവും എക്സാക്ട്ലി 236 ദിവസമാണ് ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് ഒരു ടോപ്പിലോട്ട് എത്തുന്നതും അതിനുശേഷം വളരെ അഗ്രസീവായിട്ട് താഴോട്ട് വരികയും ആ ഒരു പീരീഡിലാണ് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും മുകളിലോട്ട് പോകുന്നതും, അല്ലേ? അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2 സൈക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം എക്സാക്ട്ലി ഏകദേശം 230 ദിവസമാണ് ആൾട്ട് സീസൺ തുടങ്ങുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ബുൾ മാർക്കറ്റിലും കണ്ടിന്യൂ ചെയ്തിരുന്നു എങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി കഴിഞ്ഞ അതായത് 2024 ഡിസംബർ 12 മുതൽക്ക് ആൾട്ട് സീസൺ തുടങ്ങേണ്ടതായിരുന്നു. അതായത് ഈ ഒരു ബുൾ മാർക്കറ്റിലെ ഹാൽവിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 20 2024 അത് കഴിഞ്ഞിട്ട് ഈ ഒരു 235 ദിവസം, അതായത് 233, 236, അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 235 ദിവസം ഹാൽവിങ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 12 തുടങ്ങേണ്ടതായിരുന്നു. അതായത് ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് താഴോട്ട് വരേണ്ടതായിരുന്നു. ഇതായിരുന്നു ഒരു ടോപ്പ് എന്ന് പറയുന്നത്, ഒരു 60% ലെവലല്ല. ഇവിടുന്ന് ഇപ്പോൾ താഴോട്ട് വരേണ്ടതായിരുന്നു, ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ഡൊമിനൻസ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഡിസംബറിലെല്ലാം ഒരു ചെറിയ ഒരു മിനി ആൾട്ട് സീസൺ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചു, അല്ല അതായത് ഡിസംബറിൻ്റെ ബിഗിനിങ് മുതൽക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11% ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് താഴോട്ട് വരികയുണ്ടായി.
ആൾട്ട് കോയിൻസൊക്കെ വളരെ വലിയ രീതിയിലൊന്നും ചെറുതായിട്ടൊന്നും മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ആൾട്ട് സീസൺ തുടങ്ങി ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു ആൾട്ട് സീസൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. നമ്മളുടെ എക്സാക്ട്ലി ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12-ാം തീയതി ഡിസംബർ 12-ാം തീയതി ആയിരുന്നു തുടങ്ങേണ്ടത് ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരാൻ തുടങ്ങേണ്ടത്. പക്ഷേ ഇപ്പോൾ ഹാൽവിങ് കഴിഞ്ഞിട്ട് ഏകദേശം 409 ദിവസമായി, അതായത് 174 ദിവസം ഡിലേ ആണ് ഈ ഒരു സൈക്കിളിൽ കഴിഞ്ഞ 2 ഹാൽവിങ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ആൾട്ട് സീസണിൻ്റെ നിലവിലെ അവസ്ഥ. സോ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആൾട്ട് സീസൺ ഏകദേശം 6 മാസമായിട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അല്ലേ. സോ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ആൾട്ട് സീസൺ ഇല്ലേ എന്നുള്ളതാണ് അല്ലേ. ആൾട്ട് കോയിൻസിന് ഒരിക്കലും പമ്പ് ആവില്ലേ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം. സോ ഇതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല, ഒരു ബുൾ മാർക്കറ്റിൻ്റെ എൻഡോട് കൂടിയിട്ട് അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലും ആർക്കും വേണ്ടാത്ത ആൾട്ട് കോയിൻസും സ്റ്റോക്സും പെന്നി സ്റ്റോക്സും കാര്യങ്ങളും എല്ലാം വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകും. പക്ഷേ അത് എത്രമാത്രം മുകളിലോട്ട് പോകും, കഴിഞ്ഞ ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം മുകളിലോട്ട് പോകും എന്നുള്ള കാര്യത്തിലാണ് സംശയം. സോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. കഴിഞ്ഞ ബുൾ മാർക്കറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ വളരെ കുറച്ച് റിട്ടേൺ ആയിരിക്കും ഒരു ആൾട്ട് സീസണിലൂടെ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും പറയാനുള്ളത്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് 3 കാരണങ്ങളാണ്. അത് നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ 2017 നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ഒരു 5 ടൈംസ് 10 ടൈംസ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കാരണം 2017 ദ നമ്പർ ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് 2021 എത്തിയപ്പോഴേക്കും അതിനേക്കാളും ഒരു 10 ടൈംസ് കൂടി എന്നുള്ളതാണ്. 2021 2025 കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു 50 ഇരട്ടി ടോക്കണുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ടോക്കണുകളിലോട്ട് മാത്രം പോയിട്ടുള്ള റീറ്റെയിൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടോക്കണുകളിലോട്ട് പോകാൻ തുടങ്ങി. അത് മാത്രമല്ല 99% ടോക്കണുകളും സ്കാംസ് ആണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഓരോ ബുൾ മാർക്കറ്റ് കഴിയും തോറും ആളുകൾക്ക് കൂടുതൽ, അതായത് ബിറ്റ്കോയിൻ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളായിട്ട് ഫണ്ടമെൻ്റലി ഒരുപാട് ഡിഫറൻ്റ് ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ആളുകൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആൾട്ട് കോയിൻസിലോട്ട് വരുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ കുറയുകയും അത് ബിറ്റ്കോയിനിൽ മാത്രം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഒരു രണ്ട് ബുൾ മാർക്കറ്റൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബുൾ മാർക്കറ്റും ഒരു ബെയർ മാർക്കറ്റും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ അലോക്കേഷൻ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഓരോ സൈക്കിൾ കൂടുന്തോറും ഒരു ആളുകൾ കൂടുതൽ ബിറ്റ്കോയിനിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ലോങ് ടേമിൽ എല്ലാ ആൾട്ട് കോയിൻസും വളരെ വലിയ രീതിയിലാണ് ബിറ്റ്കോയിന് അണ്ടർ പെർഫോം ചെയ്യുന്നത്. അത് മാത്രമല്ല ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. മറ്റുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഡീസെൻട്രലൈസ്ഡ് അല്ലാത്ത വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ഒരു ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾ സ്ട്രീറ്റിൻ്റെ എൻട്രൻസോട് കൂടിയിട്ട് തന്നെ ഇപ്പോൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോകുമ്പോൾ ഒരു 5 ടൈംസോ 10 ടൈംസോ റിട്ടേൺ ഉണ്ടാക്കാനുള്ള ലെവറേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ അവൈലബിൾ ആണ്. അതിപ്പോൾ ലെവറേജ്ഡ് ഇടിഎഫുകളായിട്ടും ഓപ്ഷൻസ് ആയിട്ടും ഒരുപാട് അവസരങ്ങൾ വാൾ സ്ട്രീറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ള ആളുകൾക്ക് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലൂടെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആൾട്ട് കോയിൻസിനെ അനലൈസ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നേരെ അവർക്ക് ഇത്തരത്തിലുള്ള ബിറ്റ്കോയിൻ മുകളിലോട്ട് പോകുമ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് കൂടുന്ന മറ്റുള്ള ലെവറേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതും വളരെ വലിയ രീതിയിൽ ആൾട്ട് സീസണിനെ അല്ലെങ്കിൽ ആൾട്ട് കോയിൻസിലോട്ട് വരുന്ന ഒരു റീറ്റെയിൽ ഇൻഫ്ലോ വളരെ വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ സ്റ്റിൽ നമുക്ക് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ അടുത്ത ചോദ്യം, എന്നാണ് ആൾട്ട് സീസൺ? സോ കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റിലും ഈ ഒരു ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു ആൾട്ട് സീസൺ ഈ ഒരു ബുൾ മാർക്കറ്റിൽ എന്തായാലും തുടങ്ങിയിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം മാറ്റി നിർത്തിയിട്ട് ഹാൽവിങ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടൈം ഫ്രെയിം നമ്പർ ഓഫ് ഡേയ്സ് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നതിന് പകരം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത വരുന്ന മാസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ ഐ മീൻ ഈ ഒരു ആൾട്ട് സീസൺ എപ്പോൾ തുടങ്ങും എന്ന് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഹാൽവിങ് സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സിന് പകരം ബിറ്റ്കോയിൻ്റെ പ്രൈസാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ മുന്നത്തെ ബുൾ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $648 നിന്നും $19,666 വരെയാണ് പോയത് അല്ലേ ഹാൽവിങ് സൈക്കിളിൽ. അതിൽ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്
$2,935 ആണ്. അതായത് ഹാൽവിങ് കഴിഞ്ഞിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $648 നിന്ന് $1,210 ആയപ്പോഴേക്കും ബിറ്റ്കോയിൻ ഡോമിനൻസ് താഴോട്ട് വരികയും ബിറ്റ്കോയിനും മറ്റുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഒരുമിച്ച് മുകളിലോട്ട് പോകാൻ തുടങ്ങിയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ബുൾ മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ട് സീസൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം ബിറ്റ്കോയിനും മറ്റുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഒരുമിച്ചാണ് വലിയ രീതിയിൽ മുകളിലോട്ട് പോയത്. നമ്മളിവിടെ ലാസ്റ്റ് കോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബിറ്റ്കോയിൻ്റെ തന്നെ 97% ആ ഒരു ബുൾ മാർക്കറ്റിലെ ടോട്ടൽ റിട്ടേണും ആ ഒരു ആൾട്ട് സീസൺ ആ ഒരു പീരീഡിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബുൾ മാർക്കറ്റിൽ ആൾട്ട് സീസൺ വേറെ, ബിറ്റ്കോയിൻ ഒരു എന്താ പറയുക, ബിറ്റ്കോയിൻ്റെ റാലി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരുന്നില്ല, എല്ലാം ഒരുമിച്ചായിരുന്നു. കാരണം ആ ഒരു ബുൾ മാർക്കറ്റിൽ എല്ലാം ഒന്നാണ് എന്നുള്ളതാണ് ആളുകൾ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ബുൾ മാർക്കറ്റിലാണ് ഞാനെല്ലാം ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെയും ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഒക്കെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു സംഭവമാണ്, മൊത്തത്തിലൊരു ക്രിപ്റ്റോ സൈക്കിളാണ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് എന്നുള്ളൊരു സംഭവമൊന്നും അന്ന് വലിയൊരു പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബിറ്റ്കോയിൻ്റെ റിട്ടേണിൻ്റെ 97%ഉം ഈ ഒരു ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരാൻ തുടങ്ങി ആ ഒരു പീരീഡിലാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ 2021 ബുൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുൾ മാർക്കറ്റിലെ ഹാൽവിങ് സൈക്കിളിൽ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 705% ആണ് അല്ലേ. അതിലെ വെറും 57% റിട്ടേൺ മാത്രമാണ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം ബിറ്റ്കോയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 2016 ബുൾ മാർക്കറ്റിലെ 97% റിട്ടേണിന് പകരം 57% ആണ് ഒരു ഡ്യൂറിങ് ആൾട്ട് സീസൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബുൾ മാർക്കറ്റിൽ ആ ഒരു പീരീഡിലോട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആൾട്ട് സീസൺ തുടങ്ങാൻ ഇനിയും ടൈം ആയിട്ടില്ല എന്നുള്ളത്. സോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏത് പ്രൈസ് പോയിന്റിലോട്ട് എത്തിയാലാണ് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് താഴോട്ട് വരികയും ആൾട്ട് കോയിൻസ് മുകളിലോട്ട് പോവുകയും ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സോ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഈ ഒരു സൈക്കിളിൽ ബിറ്റ്കോയിൻ്റെ ടോപ്പ് പ്രൈസ്, സൈക്കിൾ ടോപ്പ് പ്രൈസ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വേണം അല്ലേ. അതൊരിക്കലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ടാർഗറ്റ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 2 ഹാൽവിങ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ബുൾ മാർക്കറ്റിലെ സൈക്കിൾ ടോപ്പ് എന്ന് പറയുന്നത് $1,79,372 ആണ് അല്ലേ. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബുൾ കേസ് സിനാരിയും ഒരു ബെയർ കേസ് സിനാരിയും എല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു $1,79,000 നമ്മൾ എങ്ങനെയാണ് അറൈവ് ചെയ്തത് എന്നും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഈ ഒരു ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറയുന്നത് കുറഞ്ഞ് വരുന്നുണ്ട്, ബിറ്റ്കോയിൻ്റെ ഹാൽവിങ് സൈക്കിളിൽ ഉണ്ടാവുന്ന റിട്ടേൺ. അപ്പോൾ ആദ്യത്തെ 2016-17 $2,866 ആണ് എന്നുണ്ടെങ്കിൽ ഒരു 25% കുറയുകയും കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ 705% ആണ് ഹാൽവിങ് സൈക്കിളിലുള്ള ടോട്ടൽ റിട്ടേൺ. അപ്പോൾ അതിൻ്റെ ഒരു 25% എന്ന് പറയുന്നത് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഒരു 176% ആയിരിക്കും. അപ്പോൾ ആ ഒരു 176%, അതായത് ഹാൽവിങ് കഴിഞ്ഞ സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $64,990 ആണ്. ആ ഒരു പ്രൈസിൽ നിന്ന് 176% കൂടുകയാണ് എന്നുണ്ടെങ്കിൽ $1,79,372 ആണ് നമുക്ക് ഈ ഒരു ബുൾ മാർക്കറ്റിലെ സൈക്കിൾ ടോപ്പ് ഫിഗർ കിട്ടുക. അപ്പോൾ ആ ഒരു പ്രൈസ് ടാർഗറ്റ് എപ്പോഴാണ്, ഏത് ടൈം ഫ്രെയിമിലാണ് അച്ചീവ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഒരു ഫിഗർ തന്നെ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് സൈക്കിൾ ടോപ്പ് പ്രൈസ് എന്ന് പറയുന്നത് 1,79,372. സോ ആ ഒരു പ്രൈസ് നമ്മളോട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ ബുൾ മാർക്കറ്റ് പോലെ തന്നെ, അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ടോട്ടൽ റിട്ടേണിൻ്റെ 43% കഴിഞ്ഞാലായിരിക്കും ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരികയും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയും ചെയ്യുക. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹാൽവിങ് കഴിഞ്ഞതിന് ശേഷം $64,990 നിന്നും ഏകദേശം $1,14,174 എത്തിയാലാണ് ആൾട്ട് സീസൺ തുടങ്ങുക എന്നുള്ളതാണ് പ്രൈസ് വൈസ് കഴിഞ്ഞ ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ടൈം ഫ്രെയിമിന് പകരം ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്കിവിടെ എന്താണ് മനസ്സിലായത്, ആൾട്ട് സീസൺ ഇനിയും തുടങ്ങാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ്. സോ ഈ കഴിഞ്ഞ ബുൾ മാർക്കറ്റ് പോലെ തന്നെ, അതായത് ഈ ഒരു ആൾട്ട് സീസണിൻ്റെ സമയത്തുള്ള ബിറ്റ്കോയിൻ്റെ ടോട്ടൽ റിട്ടേൺ ഈ ഒരു 57% ഇതേപോലെ ഈ ഒരു ബുൾ മാർക്കറ്റിലും കണ്ടിന്യൂ ചെയ്യും എന്ന്, റിപ്പീറ്റ് ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട പ്രൈസ് എന്ന് പറയുന്നത് $1,14,000 ആണ്. അപ്പോൾ $1,14,000 ആയാൽ ഈ ഒരു ബുൾ മാർക്കറ്റിലും ആൾട്ട് സീസൺ തുടങ്ങും എന്നുള്ളതാണ് പ്രൈസ് വൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എൻ്റെ വ്യൂ ആണ്. അതായത് ഇതുവരെ ഞാൻ കാണിച്ചത് ഹിസ്റ്റോറിക്കലി ഉള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഉള്ള ഡേറ്റ അതേപോലെ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ അതേപോലെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $1,14,000 എത്തുമ്പോൾ ആൾട്ട് സീസൺ തുടങ്ങും എന്നുള്ളതാണ്. സോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഒരു ലോജിക്കൽ കാര്യങ്ങളൊന്നും കൂടി കൺസിഡർ ചെയ്തിട്ട് എന്തായിരിക്കും എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നുള്ളതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഓക്കെ. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഈ ഒരു ബുൾ മാർക്കറ്റിൽ ആൾട്ട് കോയിൻസിൽ ഉണ്ടാകുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് പ്രീവിയസ് സൈക്കിൾസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ രീതിയിൽ കുറയുകയും അതേപോലെ തന്നെ ടോട്ടൽ ആൾട്ട് സീസൺ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് മാത്രം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ റിട്ടേൺ തന്നെ കുറയുന്നുണ്ട്. ഓക്കെ. അതായത് ഓരോ ഹാൽവിങ് സൈക്കിളിലും പ്രീവിയസ് ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ റിട്ടേൺ ഒരു ഡിമിനിഷിങ് ട്രെൻഡാണ് ഉള്ളത് അല്ല. 2016-17 2866% ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 25% ആണ് 2020-21 ഉണ്ടായിട്ടുള്ളത്. വെറും 705%. അപ്പോൾ അതേ ഒരു ട്രെൻഡ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ബിറ്റ്കോയിൻ്റെ സൈക്കിൾ ടോപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 176%. അപ്പോൾ അതേ ഒരു കാര്യം തന്നെ നമ്മൾ ആൾട്ട് കോയിൻസിലും നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാവുള്ളൂ. കാരണം അതാണ് അതിൻ്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ട് കോയിൻസിൻ്റെ റിട്ടേൺ നമ്മൾ ഹിസ്റ്റോറിക്കലി ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ബുൾ മാർക്കറ്റിലും അതിൻ്റെ മുന്നത്തെ ബുൾ മാർക്കറ്റിലും ആൾട്ട് കോയിൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റിട്ടേണിൻ്റെ കാര്യത്തിലും വളരെ വലിയ രീതിയിൽ ഒരു ഡിമിനിഷിങ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു സ്നാപ്ഷോട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് തുടങ്ങാൻ വരുന്ന ആ ഒരു പീരീഡിലുള്ള ടോപ്പ് 10 ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസാണ്. അതായത് ഫെബ്രുവരി 26 2017 ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1165, ഇത്തീറിയം 14.52. ഇനി ഇതേ ക്രിപ്റ്റോ കറൻസികളുടെ പ്രൈസ് ടോട്ടൽ റിട്ടേൺ ഈ ഒരു ആൾട്ട് സീസൺ കഴിഞ്ഞ് ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈം ഹൈലോട്ട് എത്തുമ്പോൾ റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു സ്നാപ്ഷോട്ട്. ബിറ്റ്കോയിൻ $19,000 കഴിഞ്ഞു, ഇത്തീറിയം $719 എത്തി, ബിറ്റ്കോയിൻ ക്യാഷ് ഒരു 1862. സോ നമ്മൾ ടോട്ടൽ റിട്ടേൺ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ ഉണ്ടായിട്ടുള്ള 2017 റിട്ടേൺ വളരെ ഭീകരമായിട്ടുള്ളൊരു റിട്ടേൺ ആണ് അല്ലേ. ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ 48 ടൈംസ് ആണ്. ലോവസ്റ്റ് റിട്ടേൺ പോലും 4 ഇരട്ടി കൂടിയിട്ടുണ്ട്. ഹയസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 127 ഇരട്ടിയാണ് കൂടിയത്. ബിറ്റ്കോയിൻ്റെ റിട്ടേൺ ആ ഒരു പീരീഡിൽ 16 ഇരട്ടിയാണ് കൂടിയത്. ഓക്കെ. ഇനി ഇതേ ഒരു ട്രെൻഡ് ഇതേ ഒരു റിട്ടേൺ ആണോ 2020-21 ഉണ്ടായിട്ടുള്ളത്? ഒരിക്കലുമല്ല. 2021 ആൾട്ട് സീസൺ തുടങ്ങുന്ന സമയത്ത് ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരുന്ന ആ ഒരു പീരീഡിലുള്ള സ്നാപ്ഷോട്ടാണ് ഇത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് 32,782, ഇത്തീറിയത്തിൻ്റെ പ്രൈസ് 975. ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസാണ് ഈ കാണുന്നത്. ഇത് ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈലോട്ട് എത്തുന്ന സമയത്തുള്ള സ്നാപ്ഷോട്ടാണ് ഈ കാണുന്നത്. സോ കഴിഞ്ഞ ബുൾ മാർക്കറ്റിലെ ഓൾട്ടോ സീസണിലെ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ഓൾട്ടോ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 90% കുറഞ്ഞിട്ടുണ്ട് ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളുടെ റിട്ടേൺ. അതായത് ആവറേജ് റിട്ടേൺ 48 ടൈംസിൽ നിന്ന് 5 ടൈംസിലോട്ട് വരെ കുറഞ്ഞു. ലോവസ്റ്റ് റിട്ടേൺ 4 ഇരട്ടിക്ക് പകരം ജസ്റ്റ് ഒരു 100% റിട്ടേൺ ഉള്ളൂ. ഹയസ്റ്റ് റിട്ടേൺ ടോപ്പ് 10 ഉണ്ടായിട്ടുള്ള ഹയസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് വെറും 16 ഇരട്ടിയാണ്. ബിറ്റ്കോയിൻ്റെ റിട്ടേൺ ആ ഒരു പീരീഡിൽ 2x റിട്ടേൺ. ഓക്കെ. അപ്പോൾ ഓരോ ഹാൽവിങ് സൈക്കിളിലും ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിമിനിഷിങ് ട്രെൻഡ് ആൾട്ട് കോയിൻസിലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേ ഒരു കാര്യം നമ്മൾ ഈ ഒരു സൈക്കിളിൽ അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വൈസ് വെച്ചിട്ട് ആൾട്ട് സീസൺ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ട്രെൻഡും നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മുന്നേ ആ ഒരു 57% ടോട്ടൽ റിട്ടേൺ ആൾട്ട് സീസണിൽ ഉണ്ടാകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫർദർ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് 1 പറഞ്ഞിട്ടുള്ള 1,14,000 പകരം അതും കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ആൾട്ട് സീസൺ തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. സോ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ടോട്ടൽ റിട്ടേണിൻ്റെ 97%ഉം ആൾട്ട് സീസണിൻ്റെ അതേ സമയത്താണ് ബിറ്റ്കോയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിന്നും 41% കുറഞ്ഞിട്ട് ടോട്ടൽ റിട്ടേണിൻ്റെ 57% ആണ് ഡ്യൂറിങ് ആൾട്ട് സീസൺ ബിറ്റ്കോയിൻ്റെ റിട്ടേൺ. അപ്പോൾ അതിൽ നിന്നും അതേ ഒരു ട്രെൻഡ് നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിലും അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ റിട്ടേണിൻ്റെ 34% ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡിലായിരിക്കും ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് താഴോട്ട് വരികയും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ
ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും നമ്മൾ ഈ ഒരു ബേസ് കേസ് ടാർഗറ്റ് ആയിട്ടുള്ള $1,79,000 തന്നെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 കേസിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ആ ഒരു ചാർട്ട് നമ്മൾ വീണ്ടും ഇവിടെ റീവർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇനി ഈ ഒരു ബുൾ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് സൈക്കിൾ ടോപ്പ് $1,50,000 എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,21,180 എത്തിയതിന് ശേഷമായിരിക്കും ആൾട്ട് സീസൺ തുടങ്ങുക. അതായത് ഈ ഒരു 66% ടോട്ടൽ റിട്ടേൺ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ആൾട്ട് സീസൺ തുടങ്ങുക, ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരിക. ഇനിയിപ്പോൾ $1,79,000 ആണ് സൈക്കിൾ ടോപ്പ് എന്നുണ്ടെങ്കിൽ ഏകദേശം $1,40,482 എത്തിയിട്ടാണ് ആൾട്ട് സീസൺ തുടങ്ങാനുള്ള സാധ്യത, ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരാനുള്ള സാധ്യത. ഇനിയിപ്പോൾ $2,20,000 ആണ് ഈ ഒരു സൈക്കിൾ ടോപ്പ് എന്നുണ്ടെങ്കിൽ ഏകദേശം $1,67,000 എത്തിയിട്ടായിരിക്കും ആൾട്ട് സീസൺ തുടങ്ങുക, ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴോട്ട് വരിക എന്നുള്ളതാണ്. നമുക്ക് ഇതേ ഒരു ഡിമിനിഷിങ് ട്രെൻഡ് നമ്മൾ ആൾട്ട് കോയിൻസിൻ്റെ റിട്ടേണിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതായത് ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ബിറ്റ്കോയിൻ്റെ റിട്ടേണിലും ഒരു ഡിമിനിഷിങ് ട്രെൻഡ് ഉണ്ട്, ആൾട്ട് കോയിൻസിൻ്റെ റിട്ടേൺസിലും ഒരു ഡിമിനിഷിങ് ട്രെൻഡ് ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഈ ഒരു സൈക്കിളിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നത്. സോ എൻ്റെ ഒരു ഫൈനൽ അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. നിങ്ങളൊരു 50 ടൈംസ് 100x ഒക്കെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടോപ്പ് 10 ആൾട്ട് കോയിൻസിൽ ഫോക്കസ് ചെയ്ത് ഇരിക്കാതിരിക്കുക. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ബുൾ മാർക്കറ്റ് നിങ്ങൾ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് മുന്നിലുള്ളത് ഒരു ചെറിയൊരു ടൈം ഫ്രെയിമാണ്. അത് മാത്രമല്ല മുന്നേ ഉള്ള ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ആൾട്ട് സീസൺ വലിയൊരു ആൾട്ട് സീസൺ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മെജോറിറ്റി ക്യാപിറ്റൽ എപ്പോഴും ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതേപോലെ ഒരു 10 ടൈംസ് 50 ടൈംസ് ഒക്കെ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പ് ആൾട്ട് കോയിൻസിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ലോവർ മാർക്കറ്റ് ക്യാപ്പിലുള്ള ആൾട്ട് കോയിൻസ് ഒരു 100 മില്യൺ അല്ലെങ്കിൽ ഒരു 500 മില്യൺ അറ്റ്ലീസ്റ്റ് ഒരു 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പെങ്കിലും ഉള്ള ടോക്കണുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.